കേരളത്തിൽ നിന്നും നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറി ഞാൻ പറയാം. ഒരുപക്ഷെ ഈ കഥ നിങ്ങളുടെ ഒരു വർഷത്തെ നീറ്റ് ജേർണിയിൽ നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കും. തൻ്റെ ഡോക്ടർ ആവണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി വിഷമങ്ങളെയും വേദനകളെയും എല്ലാം ഒളിപ്പിച്ചു വെച്ച് പടപൊരുതിയ ബെർലിനിലെ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയുടെ യഥാർത്ഥ ജീവിതകഥ. ആർദ്ര എന്ന ആ കൊച്ചു മിടുക്കി ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ 2020 നീറ്റിൽ വിജയം നേടണം എന്ന ഏക ലക്ഷ്യവുമായി ബെർലിനിലേക്ക് കടന്നു വരികയാണ്. തൃശൂർ ജില്ലയിലെ പുത്തൻചിറ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമാണ് ആർദ്ര ജയകുമാർ ജീവിത വിജയം നേടാനുള്ള സ്വപ്നം കണ്ടു തുടങ്ങുന്നത്. റിപ്പീറ്റ് ചെയ്യാനെത്തുമ്പോൾ സാമ്പത്തികമായി വലിയ ചുറ്റുപാടുകളൊന്നുമില്ലാത്ത ആർദ്രയുടെ മനസ്സിൽ അന്ന് നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മാതാപിതാക്കളുടെ ഏക മകളാണ് ആർദ്ര. ആർദ്രയുടെ ബാല്യം മുതലേ ആർദ്രയെ ഒരു നല്ല ഡോക്ടറായി കാണണമെന്ന് ആർദ്രയുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. വളരെ ചെറുപ്പത്തിലെ തൊട്ട് നല്ല മിടുക്കത്തിയായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് അശരണരെയും നിസ്സഹായ അവസ്ഥയുള്ളവരെയും സഹായിക്കാനായിട്ട് ഞങ്ങൾ അത്ര സാമ്പത്തികമായി ഹൈ ഉള്ള ആൾക്കാരല്ല, ഞങ്ങളൊരു സാധാ ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്താൽ അങ്ങനെയുള്ളവരിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. ഒരു ഡോക്ടറായാൽ അവരുടെ കണ്ണീരൊപ്പാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ കാലം തൊട്ട് എൻ്റെ മുകളിൽ ഞാനൊരു ഡോക്ടറെയാണ് കണ്ടിരുന്നത്. അവൾ 8ാം ക്ലാസ് ആയപ്പോഴേക്കും എനിക്ക് ആഗ്രഹം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതായത് അവളെ കൊണ്ട് നേടാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. ആ പ്രതീക്ഷ വളർന്ന് അവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ച് ഫുൾ A1 വാങ്ങിച്ച് ജയിച്ചപ്പോൾ എനിക്ക് എൻ്റെ പ്രതീക്ഷയുടെ ആക്കം കൂടുകയാണ് ചെയ്തത്. ഉറപ്പിച്ചു ഞാൻ എൻ്റെ മനസ്സിൽ. ഒരു ഡോക്ടർ ആവണം, സ്വന്തം മാതാപിതാക്കളുടെ ആഗ്രഹം നേടിക്കൊടുക്കണം, ഈ ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് ആർദ്ര ബെർലിനിലേക്ക് എത്തുന്നത്. പഠിച്ചു തുടങ്ങി ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോഴായിരുന്നു കോവിഡ് മഹാമാരി മൂലം ഹോം ക്വാറന്റൈൻ എന്ന പ്രക്രിയയിലേക്ക് ലോകം മുഴുവൻ നീങ്ങുന്നത്. ലക്ഷ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങിയ ആർദ്രയെയും ആർദ്രയുടെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. 2019 ഓഗസ്റ്റിലാണ് ഞാൻ ബെർലിനിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് വന്നപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇതിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ഉറപ്പിച്ചിട്ടില്ലാത്തൊരവസ്ഥയാണ്. എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുമായിരുന്നു, ക്ലാസ്സെല്ലാം കൃത്യമായിട്ട് കേൾക്കുമായിരുന്നു. ക്ലാസ് ടീച്ചറോടും ക്ലാസ് ടീച്ചർ നല്ലൊരു സാറായിരുന്നു, ടോം സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ കുഴപ്പമില്ല ഏത് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 1 മാസം ആയപ്പോഴേക്കും നമ്മുടെ കൊറോണ വന്നു. അങ്ങനെ ഒരാഴ്ച എന്ന് പറഞ്ഞ് ബാഗും കൊണ്ടുപോയ ഞാൻ അവിടെ വീട്ടിൽ തന്നെയായി. പിന്നെ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും പഠിക്കാൻ ഉള്ളൊരു മടിയും ഒപ്പൊരു പഠിച്ചില്ല എന്ന കുറ്റബോധവും വന്ന് അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി. എക്സാം നടക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനും എല്ലാം കൂടിയായി. അങ്ങനെ സെപ്റ്റംബറിൽ നീറ്റ് നടക്കുകയാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് 558 വന്നത്. അപ്പോൾ നമുക്ക് MBBS കട്ട് ഓഫിൻ്റെ അത്രയും കിട്ടിയില്ല. അങ്ങനെ 2020 നീറ്റ് എന്ന ലക്ഷ്യത്തിൽ ആർദ്രയുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ച സ്വപ്നത്തിലേക്കുള്ള സ്കോർ നേടിക്കൊടുക്കാൻ ആർദ്രയ്ക്ക് സാധിച്ചില്ല. സമൂഹത്തിലെ ഏതാനും കുറച്ച് മനുഷ്യർ ആ വിദ്യാർത്ഥിനിയുടെ ലക്ഷ്യത്തെ നോക്കി പരിഹസിച്ചു. ആ മോളെയും കൊണ്ട് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ഭാവി തകർക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എന്ന് വരെ ആ പേരൻസിനെ നോക്കി പറഞ്ഞ ആളുകളുണ്ട്. അന്നത്തെ ആർദ്ര കടന്നുപോയ ആ മാനസിക അവസ്ഥയെക്കുറിച്ച് ആർദ്രയുടെ അമ്മ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടും. 2019 റിപ്പീറ്റ് ചെയ്യാൻ വന്നു, കൊറോണ വന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉണ്ടായ ഒരു ആർദ്ര എന്ന് പറഞ്ഞത് ഒരാൾക്കും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം ഒരു കസേരയിൽ ഇരുന്നിട്ട് 2.5 വർഷക്കാലം ആ കസേരയിൽ നിന്ന് എനിക്കോ പുറത്തു പോവോ ആളുകളെ ഫേസ് ചെയ്യോ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ മാത്രം അടച്ചിരുന്ന ഒരാൾ. ആ ഒരു കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തു പോകുമ്പോൾ എല്ലാവരും ചോദിക്കും മോളെൻ്റെ
ആർദ്ര വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനൊരു മറുപടി ഇല്ല. മോൾ എന്ത് ചെയ്യുക, മിടുക്കത്തിയായിരുന്നല്ലോ പഠിക്കാൻ, ഒന്നും ആയില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ചിരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. എന്നുവെച്ചാൽ ആര് ചോദിച്ചാലും മതി എന്നൊക്കെ ഒളിച്ചോടുന്ന രീതിയിലാണ് ഞാൻ പോയിരുന്നത്. ആരോടും എതിർത്തൊന്നും പറയാറില്ല. ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു അമ്മയാണ് ഞാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. മോൾ മിടുക്കത്തിയായിരുന്നു പഠിക്കാനായിട്ട്. ആരോടും ഇന്ന് വരെ പലരും അയൽവക്കക്കാരും സ്വന്തക്കാരും എല്ലാവരും കളിയാക്കുമായിരുന്നു. റിപ്പീറ്റ് ചെയ്യാനിരിക്കണു, പെൺകുട്ടിയാണ്, കൊല്ലം കളയണു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ആ പ്രയത്നം എത്രത്തോളം എത്തുന്നു ഞാൻ നോക്കട്ടെ. ഈ അമ്മയുടെ വാക്കുകൾ നമ്മളോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ആ മാതാപിതാക്കൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു സ്വന്തം മകളെ ഒരു ഡോക്ടറായി കാണാൻ. ഒരുപക്ഷെ ആ മാതാപിതാക്കളുടെ ആഗ്രഹം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ആർദ്ര ശ്രമിച്ചത് കുറച്ച് വൈകിയാണ്. കാരണം വീടിന് പുറത്തിറങ്ങാതെ, സമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ ആ വിദ്യാർത്ഥിനി നീറ്റ് എൻട്രൻസ് എക്സാമിന് ഓൺലൈനായി വീട്ടിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അന്നത്തെ തൻ്റെ ലക്ഷ്യത്തിനോട് ആർദ്ര കാണിച്ച ആത്മാർത്ഥത കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാണ്. പക്ഷെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തെങ്കിലും ഇനി അടുത്ത വർഷമല്ലേ എക്സാം ഉള്ളൂ, അപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിൽ ഒരു ചിന്ത വന്നു തുടങ്ങി. അങ്ങനെ ഓൺലൈൻ എക്സാം എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ എഴുതാൻ തയ്യാറായില്ല. പക്ഷെ നമുക്കൊരു എക്സാം നടക്കുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതാനുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നീറ്റ് എന്നൊരു എക്സാം MCQ ക്വസ്റ്റ്യൻസ് എത്ര നമ്മൾ അറ്റൻഡ് ചെയ്താലും കുറവാണ്. അപ്പോൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൺലൈൻ ആയാലും ആ ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അന്ന് കളഞ്ഞ സമയവും അല്ലെങ്കിൽ അന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങളും ഒരിക്കലും നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വർഷം കൂടി മുന്നോട്ട് നീങ്ങുന്നു. 2022 നീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നീറ്റ് 2023 മകളുടെ ഈ മാനസികാവസ്ഥയോർത്ത് ഇടയ്ക്കിടയ്ക്ക് ആർദ്രയുടെ അമ്മ ശിവൻ സാറിനെ കാണാൻ വരും. തൻ്റെ മകളുടെ അവസ്ഥ പറഞ്ഞ് ഹൃദയം പൊട്ടിക്കരയും. ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടും കടമയും ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റുന്നത് ശിവൻ സാറോടാണ്. കാരണം എപ്പോൾ എന്തൊരു ചെറിയൊരു മാറ്റം ആർദ്രയ്ക്ക് ഉണ്ടായാലും അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ആർദ്രയോട് പറഞ്ഞ് അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയും, ആർദ്രയ്ക്ക് എന്തൊരു സങ്കടം ഉണ്ട്, ഒന്ന് അവൾ ഒരു ദിവസം മാറ്റി നിർത്തണം എന്ന് പറയാനുള്ള ഒരു ആസ് എ ടീച്ചറിനുപരി ഒരു എന്താ പറയുക സ്വന്തം എന്നെ എപ്പോഴും പറയാറ് ഞാൻ ചേച്ചിയായിട്ടാണ് കണ്ടേക്കണേന്നാണ് പറയാറ്. അതായത് ആസ് എ സിസ്റ്റർ, എൻ്റെ സഹോദരിയായിട്ടാണ് ഞാൻ ചേച്ചിയെ കണ്ടിട്ടുള്ളത്. ആരുടെയൊക്കെയോ സ്വപ്നത്തിന് വേണ്ടി സമയം കളയുകയാണ് താൻ. കൃത്യമായ സമയങ്ങളിൽ പഠിക്കില്ല, ക്ലാസ്സുകൾ കാണില്ല, അധികം ആരോടും സംസാരിക്കാറില്ല. ജീവിതം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് സ്വയം വിധിയെഴുതി ജീവിക്കുകയാണ് ആർദ്ര. അങ്ങനെ നീറ്റ് 2023 എഴുതുന്നു. പിന്നീട് 2023 നീറ്റിന് പ്രിപ്പയർ ചെയ്യണമെന്ന് തുടങ്ങി ചിന്തിച്ചെങ്കിലും ആദ്യത്തെ മാസങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഒരു മെയിലാണ് പരീക്ഷ എന്നുണ്ടെങ്കിലും മാർച്ച് ആദ്യമായപ്പോഴോ ഞാൻ പഠിക്കുന്ന ഉറച്ച് തീരുമാനമെടുത്ത് പഴയ പുസ്തകങ്ങളൊക്കെ പൊടി തട്ടി എടുക്കുകയാണ്. അങ്ങനെ ഒരു 1.5 മാസം എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ പഠിക്കുകയാണ്. എന്നെ പിന്നെ ദൈവം കാക്കും, ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ് ഞാൻ പോയി പരീക്ഷ എഴുതാണ്. എന്നാലും എക്സാം എഴുതി ഞാൻ അച്ഛനോട് അമ്മയോട് ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, അമ്മ ഇത്തവണ കിട്ടാനൊരു ചാൻസ് ഉണ്ട്, എല്ലാ വർഷത്തെയും പോലെ അല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാണ്. 2023 റിസൾട്ട് വന്നപ്പോൾ അമ്മ ശിവൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു EWS കോട്ടയിൽ ഇത്തവണ കിട്ടാനൊരു ചാൻസ് ഉണ്ട്, കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് പറയാണ്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ എൻ്റെ മനസ്സിലെപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇല്ല അമ്മ ഇത്തവണ കിട്ടില്ല എന്ന് പറയാണ്. പക്ഷെ അച്ഛനമ്മ പറഞ്ഞു ഇല്ല മോളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ വർഷം എൻ്റെ അമ്മാവൻ്റെ ഒരു നിർബന്ധപ്രകാരം ഞാൻ കീം എഴുതാണ്. 2023 നീറ്റിലെ റിസൾട്ട് വരാണ്. അങ്ങനെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ EWSൻ്റെ കാറ്റഗറി റാങ്ക് വന്നപ്പോൾ ഇത്തവണ കിട്ടില്ല എന്നുള്ള ഒരു തീരുമാനം ഞാൻ മനസ്സിൽ വിചാരിച്ചെങ്കിലും അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവാണ്. അങ്ങനെ ആ വർഷം കീം എഴുതുകൊണ്ട് തന്നെ കീമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു രീതിയിലുള്ള മാർക്ക് ഉണ്ടായിരുന്നു കീമിന്. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ കൊല്ലം കളയണ്ട, കീമിന് നല്ല കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടല്ലോ, ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റിന് കൊടുക്കാമെന്ന് ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ പേയ്മെൻറ്റ്
ക്ലിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കാർഡൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് നിനക്ക് പോകണോ ആർദ്ര എന്ന് എൻ്റെ മനസ്സ് ചോദിക്കുകയാണ്. ആദ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് കുറേ നാൾക്ക് ശേഷം. എഞ്ചിനീയറിംഗ് എന്ന സ്വപ്നം തിരഞ്ഞെടുക്കാൻ ഒരുങ്ങിയ ആർദ്രയുടെ മനസ്സിലൂടെ ആ നിമിഷം കുറേ വൈകാരികമായ നിമിഷങ്ങൾ കടന്നുപോയി. മകളെ സമൂഹത്തിന് സേവനമനുഷ്ഠിക്കുന്ന ഒരു നല്ല ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ച അമ്മയുടെയും അച്ഛൻ്റെയും മുഖം. ഒരുപാട് പേർ ആർദ്ര ഡോക്ടർ ആവില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ കളിയാക്കിയ നിമിഷങ്ങൾ. ഇങ്ങനെ സമയം കളഞ്ഞാൽ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരുടെ മുഖങ്ങൾ. ആർദ്രയുടെ മനസ്സിൽ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. അതിങ്ങനെയാണ്: എവിടെയാണോ ആർദ്ര നിന്ദിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ ആർദ്ര കരഞ്ഞത്, എന്ത് നേടാത്തതിൻ്റെ പേരിലാണ് സമൂഹം ആർദ്രയെ പരിഹസിച്ചത്, അത് നേടിക്കൊടുത്തുകൊണ്ട് തന്നെ വേണം ഞാൻ ഈ സമൂഹത്തിൽ മാനിക്കപ്പെടാൻ. അന്ന് വരെ അത് മാതാപിതാക്കളുടെ സ്വപ്നമായിരുന്നുവെങ്കിൽ ഈ തിരിച്ചറിവുണ്ടായ നിമിഷം മുതൽ പിന്നീടത് ആർദ്രയുടെ സ്വപ്നമായി മാറുകയാണ്. തന്റെ സാമ്പത്തിക പശ്ചാത്തലം തിരിച്ചറിഞ്ഞ ബ്രില്യന്റ് ആർദ്രയെ പഠിപ്പിച്ചത് സൗജന്യമായാണ്. ആർദ്ര കാണുന്നത് പോലെ തന്നെ ആർദ്രയുടെ സ്വപ്നത്തിനൊപ്പം കൂടെ നിന്നവരായിരുന്നു ബ്രില്യന്റ് ഫാമിലി. ഞാൻ ആദ്യമായിട്ട് അവളെ റിപ്പീറ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ബ്രില്യൻറ്റിൽ വന്നു. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പോൾ അന്നത്തെ ഫീസ് എൻ്റെ ഒരു ഓർമ്മ ഒരു 75,500 റുപ്യാണ്. അപ്പം ഞാൻ അവിടെ ഓഫീസിൽ പറഞ്ഞു, ആ എമൗണ്ട് ഫുള്ള് എനിക്ക് ഒന്നിച്ച് പേ ചെയ്യാൻ പറ്റില്ല, ഞാൻ 2-3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് സാർ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നിച്ച് തരാനുള്ളൊരു ഫിനാൻഷ്യൽ ഇതില്ല, ഞാൻ ടേം വൈസ് തരാം. അപ്പോൾ കാരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി എത്ര ഇതിലല്ല എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അതിനെന്താ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഫോം തന്നു, അത് ഫില്ല് ചെയ്യൂ, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തരൂ, ഒരു റേഷൻ കാർഡിൻ്റെ കോപ്പിയും തരൂ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ അവിടെ ആക്കിപ്പോയി. ഒരു പൈസ പോലും അടച്ചില്ല. ആകെ അന്ന് അടച്ചത് 2,500 രൂപയാണ് എൻ്റെ ഓർമ്മ. അത് അടച്ചു പോയി. അത് സ്റ്റഡി മെറ്റീരിയലും അഡ്മിഷൻ ഫീസായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തു പോയി. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ രേഖകളൊക്കെ കൊണ്ടുവന്ന് ഞാൻ അവിടെ ഏൽപ്പിച്ചു. അതും കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ആർദ്ര എന്നോട് പറയണത്, അമ്മ ഒരു വെക്കേഷൻ സമയത്ത്, ക്രിസ്മസ് വെക്കേഷൻ ആണെന്ന് എൻ്റെ ഓർമ്മ, ക്രിസ്മസ് വെക്കേഷൻ വന്നപ്പോൾ പറഞ്ഞു, അമ്മ ഒരു 9,360 രൂപ കൊടുക്കണം ഫീസ് ഇനത്തിൽ എന്ന് പറഞ്ഞ് എനിക്കൊരു കടലാസ് തന്നിട്ടുണ്ട്, അത് പോകുമ്പോൾ കൊണ്ടുപോകണം. ഞാൻ ആകെ അത്രയും പൈസ മാത്രമേ ബ്രില്യൻറ്റിൽ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഈ 9,360 രൂപയെ ഞാൻ ആകെ ഫീസ് ഇനത്തിൽ പഠിക്കാൻ ആർദ്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളൂ. ഈ വർഷം വീണ്ടും ഈ 2023 ആഗസ്റ്റ് വന്നപ്പോഴും ഞാൻ ഒരു പൈസ പോലും ബ്രില്യൻറ്റിൽ കൊടുത്തിട്ടില്ല. അത് പുറത്ത് നിൽക്കണ ഒരാൾക്കും അറിയില്ല. നമ്മളെല്ലാവരുടെ ധാരണ നമ്മൾ ഫിനാൻഷ്യലി ഇത്ര സെറ്റപ്പ് അല്ലെങ്കിൽ കൂടി എങ്ങനെ കുട്ടിയെ പഠിപ്പിക്കുന്നു, ഇത്രയും വർഷം റിപ്പീറ്റ് ചെയ്യിക്കുന്നു എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയണ ഒരു വാക്ക് ബ്രില്യൻ്റാണ്. എൻ്റെ മോളിലേക്ക് ഇത്രയും നാളും പഠിപ്പിച്ചതും ബ്രില്യൻ്റാണ്, ഇവിടെ എത്തിച്ചതും ബ്രില്യൻ്റാണ്. എനിക്ക് വേറൊരു വാക്കില്ല പറയാൻ. കാരണം ഒരു പൈസ ഞങ്ങൾ കൊടുത്തിട്ടില്ല മെസ് ഫീ അല്ലാണ്ട്. അത്രയും നാളും കോൺഫിഡൻസിന്റെ ഒരു അംശം പോലും വാക്കുകളിലും പ്രവൃത്തികളിലും ഇല്ലാതെ ഓൺലൈനായി റിപ്പീറ്റ് ചെയ്ത ആർദ്ര ഓഫ്ലൈനായി ബ്രില്യൻറ്റിൽ വന്ന് പഠിക്കണം, എത്ര കഷ്ടപ്പെട്ടും ലക്ഷ്യം നേടിയെടുക്കണമെന്ന ആഗ്രഹം ഊട്ടിയുറപ്പിക്കുകയാണ്. 2024 നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് എൻ്റെ ആഗ്രഹമായി. ഇത്രയും നാളെ എൻ്റെ അച്ഛനും അമ്മയോ എപ്പോഴോ കണ്ടൊരു സ്വപ്നം അത് എൻ്റെ ആയി. അവരെക്കാളും അവർ കണ്ടതിലും തീവ്രമായിട്ട് ആ സ്വപ്നം ഞാൻ കാണാൻ തുടങ്ങി. രണ്ടുപേരും ഒറ്റയ്ക്ക് ബ്രില്യൻറ്റിലേക്ക് വരികയാണ്. ആ ഒരു വരവ് ജീവിതകാലത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വരവാണ്. നമ്മളൊന്നുമില്ലാണ്ട് വരികയാണ് മോളെയും കൊണ്ട് തന്നെ. ഇവിടെ വന്നു, എല്ലാ സഹായവും ശിവൻ സാർ ചെയ്തു തന്നു. രജിസ്റ്റർ ചെയ്തു, പേളിൽ അഡ്മിഷൻ എടുത്തു തന്നു. ഞാൻ അവളെ ആക്കി പോവുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും ഒരു വാക്യം പറഞ്ഞിട്ടുള്ളൂ, ഇനി പുത്തഞ്ചിറ കാണണമെങ്കിൽ മെയ് 6-ാം തീയതി ഞാൻ അവിടെ വന്ന് ഒരു ഉറപ്പൊരു അഡ്മിഷൻ, എനിക്കൊരു MBBS ഗവൺമെൻറ് സീറ്റ് ഞാൻ എവിടെയെങ്കിലും മേടിച്ചിട്ട് ഞാൻ വരുള്ളൂ. അമ്മ ധൈര്യമായിട്ടിരുന്നോന്നും പറഞ്ഞ അവൾ എന്നെ പറഞ്ഞു വിട്ടത്. ആ ഒരു ഇത് എൻ്റെ മോള് നേടിയതിൽ വളരെ വളരെ സന്തോഷം, എനിക്ക് അഭിമാനം എനിക്കുണ്ട്. ഇനി അവളെ കൊണ്ട് പറ്റും. എൻട്രൻസ് എന്ന കടമ്പ കടന്ന അവളെ കൊണ്ട് നേടാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതെ, അന്ന് വരെ വേണ്ട കരുതൽ നൽകാതെ നീറ്റിനു വേണ്ടി പഠിച്ചിരുന്ന ആർദ്ര
പിന്നീട് ആത്മാർത്ഥമായി പഠിക്കാൻ തുടങ്ങുകയാണ്. ബ്രില്യൻ്റ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒട്ടും സമയം കളയാതെ. ഈ ഒരു വർഷം എല്ലാം വേണ്ടെന്ന് വെച്ച് താൻ ബ്രില്യൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവാണ്. മക്കളെ, ഇന്ന് ഈ നിമിഷം നിങ്ങൾക്കും ഇപ്പോൾ വേണ്ടത് ഈ തിരിച്ചറിവാണ്. ആർദ്ര പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ പഠിച്ചു തുടങ്ങാണ്. ഓരോ തവണയും ഓരോ ചോദ്യങ്ങൾക്കും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ പഠിച്ചു തുടങ്ങാണ്. ഒരു ദിവസം പെട്ടെന്ന് വിചാരിക്കാത്തൊരു സമയത്ത് എന്തോ മാരിഡ് മിസ് ഒരു കാര്യം പറയണ്ടായി. മിസ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നി മിസ്സിനോട് എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ 2 വാക്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറി മിസ്സിനോട് പറയാണ്. ആർദ്ര എന്നൊരു വ്യക്തി ഒരു റോൾ മോഡൽ ആകേണ്ട ഒരാളാണ്. വേറൊന്നും കണ്ട നമ്മുടെ കുറെ പ്രശ്നങ്ങൾക്കൊടുവിലും നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ എത്താൻ പറ്റും എന്നൊരു ഉറച്ച ബോധ്യം തരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആർദ്ര. കാരണം വെച്ചാൽ ഒരുപാട് സങ്കടങ്ങൾ എന്നതിലുപരി ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ആൾക്കാരുടെ വേദനിപ്പിക്കുന്ന വാക്കുകളും ഒക്കെ ആർദ്രയാക്കി മാറ്റുകയായിരുന്നു. മോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കി വരുവാൻ ആർദ്ര കുറച്ച് സമയം എടുത്തു. എങ്കിൽ പോലും ആർദ്ര അതെല്ലാം ഓവർകം ചെയ്ത് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ആർദ്ര ആഗ്രഹിച്ചതിലുപരിയായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ്. പഠിക്കണമെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഒരിക്കലും മാർക്കിന് കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും മാർക്ക് കൂടിയേ വന്നിരുന്നുള്ളൂ. നല്ല രീതിയിൽ എപ്പോഴും സ്കോർ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾക്ക് ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അങ്ങനെ മോഡൽ എക്സാം തുടങ്ങാണ്. അങ്ങനെ മോഡൽ എക്സാം തുടങ്ങുന്ന സമയത്താണ് ശിവൻ സാറ് പറയുന്നത് എല്ലാ എക്സാം കഴിയുമ്പോഴും എന്നെ വന്ന് കാണണമെന്നൊരു വാക്ക് തരണം എന്ന് പറയണേ. അങ്ങനെ മടിയോടെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ എക്സാം കഴിയുമ്പോഴും സാറിനെ കണ്ട് സംസാരിക്കും. അങ്ങനെ കാത്തിരുന്ന് മെയ് 5-ാം തീയതി എത്തുകയാണ്. ഇത്രയും ലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ കോട്ടയം ജില്ലയിൽ തന്നെയാണ് പരീക്ഷ എഴുതിയത്. അച്ഛനും അമ്മ രാവിലെ അന്ന് പരീക്ഷ ദിവസം വരാണ്. രാവിലെ ബ്രില്യൻറ്റിലെ ക്യാമ്പസിൽ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ എക്സാം ഹോളിൽ ഫ്രീ ആയിട്ട് പോയെന്നുണ്ടെങ്കിലും എക്സാം ഹോളിൽ എത്തണ വരെ എൻ്റെ കാംനെസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിചാരിച്ചത്ര നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റണില്ല. 5:20 ബെല്ലടിക്കുമ്പോൾ മനസ്സ് വിങ്ങിപ്പൊട്ടാണ്. ഞാൻ കരഞ്ഞുകൊണ്ട് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങാണ്. ഞാനിനി അച്ഛനും അമ്മയോട് എന്ത് പറയുന്നൊരവസ്ഥയാണ്. അങ്ങനെ അമ്മ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്താ കരയണേ? അച്ഛനും അമ്മയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടമായി. പക്ഷേ എൻ്റെ കരച്ചിൽ ഒതുങ്ങുണ്ടായില്ല. അങ്ങനെ ഞാൻ അമ്മയോട് അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജസ്റ്റിസ് സാറിൻ്റെ ഫോൺ വരുന്നത്. സാർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മോള് കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റിസ് സാർ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് സാറ് ആദ്യം ഫോൺ കൊടുക്കണ ജോർജ് സാറിനവിടെ. ജോർജ് സാർ എന്നോട് ചോദിച്ചു മോൾ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എക്സാം എളുപ്പമായിരുന്നു. എന്നോട് സാർ ചോദിച്ചു അവസാനം 720 കുട്ടികൾ മേടിച്ചിരുന്ന പോലത്തെ എക്സാം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ചോദിച്ചു മോളെ ഒരു അഡ്മിഷൻ ഉള്ളതുണ്ടാവുമോ ചോദിച്ചു. പിന്നെ അവിടെ നിന്ന് കരച്ചിൽ തന്നെയായിരുന്നു. ബസ്സിലിരുന്ന് കരഞ്ഞു. അപ്പോഴാണ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്യാമ്പസിലേക്ക് വരാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ടോം സാറിൻ്റെ ജസ്റ്റിസ് സാറിൻ്റെ ഹരീഷ് സാറിൻ്റെ അടുത്തേക്ക് വരാണ്. അങ്ങനെ ജസ്റ്റിസ് സാറും ടോം സാർ ഹരീഷ് സാറും കൂടി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അമ്മയോട് പറയാണ് 680 ഉണ്ട് കേട്ടോ കുട്ടിക്കെന്ന് പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അവസാനം നേടിയ വിജയത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ആർദ്ര പറഞ്ഞ ഒരു കിടിലം റിയാലിറ്റി ഉണ്ട്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15-ാം തീയതി ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ച് തിരിച്ചു വരുന്നു പറഞ്ഞ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടാണ്. അതെ, ആത്മാർത്ഥമായി നീറ്റ് 2025 വിജയിക്കണം. MBBS അഡ്മിഷൻ നേടാൻ തക്കവിധം ഒരു ഉയർന്ന സ്കോർ നേടണം എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ ബ്രില്യൻറ്റിലേക്ക് എത്തിയിരിക്കുന്നതെങ്കിൽ ഈ നിമിഷം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് ആത്മാർത്ഥത കാണിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും നീറ്റ് 2025 നിങ്ങൾക്കുള്ളതാണ്. ലക്ഷ്യം എന്താണെന്ന് പോലും അറിയില്ലാതെ മാതാപിതാക്കളുടെ ആഗ്രഹം നെഞ്ചിലേറ്റി ബ്രില്യൻറ്റിലേക്ക് വന്ന ആർദ്രയ്ക്ക് കുറച്ച് വൈകിയാണെങ്കിലും ഉണ്ടായ തിരിച്ചറിവ് അത് ഉറച്ചതായിരുന്നു. മാതാപിതാക്കൾ കണ്ട സ്വപ്നത്തെ അതിൻ്റെ 10 മടങ്ങ് ആഗ്രഹത്തോടെ
സ്വയം സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ, അതിനായി ആത്മാർത്ഥമായി പ്രയത്നിച്ചപ്പോൾ അവൾ നേടിയത് ഇന്ത്യയിലെ 25 ലക്ഷം വിദ്യാർത്ഥികൾ മത്സരിച്ച മത്സര പരീക്ഷയിൽ ചുരുക്കം വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു വലിയ നേട്ടത്തിലേക്കാണ്. ആർദ്രയുടെ മുഖത്തെ ചിരിക്ക്, ആർദ്രയുടെ സംസാരത്തിനെല്ലാം ഇപ്പോൾ എന്തെന്നില്ലാത്ത കോൺഫിഡൻസ് ആണ്. ഒരു വർഷം കോൺഫിഡൻസോടുകൂടി കഷ്ടപ്പെട്ട് പഠിച്ചാൽ നീറ്റ് നേടിയെടുക്കാൻ പറ്റുമെന്ന ചിന്ത ആർദ്രയുടെ ജീവിതത്തിൽ നിന്ന് ഫെയിലിയർ എന്ന് പറയുന്ന വാക്കിനെ തന്നെ തുടച്ചു നീക്കി. പലവട്ടം ഐ ഫെയിൽഡ് എന്ന് പറഞ്ഞ ആർദ്ര ഒരു വട്ടം ഐ ലേൺഡ് എന്ന് പറയാൻ മനസ്സ് കാണിച്ച ആ നിമിഷം അവളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. നീ എത്ര തവണ നീറ്റ് എഴുതി എന്ന് സമൂഹം ഒരിക്കലും ആർദ്രയോട് ചോദിക്കാൻ പോകുന്നില്ല. പകരം ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ സമൂഹം അവളെ വിളിക്കുന്നത് ഡോക്ടർ ആർദ്ര ജയകുമാർ എന്നാണ്. അത്രമേൽ ആഗ്രഹിച്ച് ഈ ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യനും പറയാൻ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോറി എങ്കിലും ഉണ്ടാവും. ആ പെയിൻഫുൾ സ്റ്റോറിക്ക് പറയാൻ ഒരു സക്സസ്ഫുൾ എൻഡിംഗും ഉണ്ടാവും. അക്സെപ്റ്റ് ദ പെയിൻ ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദ സക്സസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.